കൊല്ലം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് ആ കേസ് ഫയൽ ട്രാൻസ്ഫറായി വന്നത്. ഒരു 17 വയസ്സുകാരി പെൺകുട്ടി പാറയുടെ മുകളിൽ നിന്നും ചാടി വെള്ളത്തിൽ വീണ്. അതാണ് എഫ്ഐആർ. അതിൻ്റെ അന്വേഷണം ഏതാണ്ട് 6 മാസം തന്നെ നീട്ടിക്കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. അതിനു മുമ്പ് സമരവും ബഹളവും കൂടെ ഒരു നിവൃത്തിയില്ലാതെ ആ ഘട്ടത്തിലാണ് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഓർഡറായത്. CD ഫയൽ കിട്ടിയപ്പോൾ CD ഫയലെല്ലാം വായിച്ചു നോക്കും. കൊല്ലം ജില്ലയുടെ ഒരു കിഴക്കൻ ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒരു മലയോര ഗ്രാമം. കൃഷിപ്പണിയും കൂലിപ്പണിയും മറ്റു സാധാരണ ഉപജീവനം നടത്തുന്ന സാധാരണക്കാർ നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശം. അവിടെയാണ് ഒരു പടുകൂറ്റൻ പാറയുണ്ട്. ആ പാറയിൽ നിന്ന് യമുന എന്ന പെൺകുട്ടി ചാടി അവിടെയുള്ള കുളത്തിൽ വീണ് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവം അന്വേഷിക്കാനായിട്ട് ഞങ്ങൾ എത്തുമ്പോൾ ഈ കുളം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരടി വെള്ളം മാത്രമേ അതിനുള്ളൂ. അതായത് പാറയിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം കുറച്ചേറെ കെട്ടി നിൽക്കും. അത് കഴിഞ്ഞ് അത് താഴേക്ക് മറ്റു ഭാഗത്തേക്ക് ഒഴുകി പോവുകയും ചെയ്യും. അത്രയ്ക്കുള്ള ഒരു സ്ഥലത്തിനാണ് കുളം എന്ന് അവകാശപ്പെടുന്നത്. അപ്പോൾ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന ആ പെൺകുട്ടി ചാടി ഈ കുളത്തിൽ വീണ് ആത്മഹത്യ ചെയ്തെന്നാണ് എഫ്ഐആർ. ഞങ്ങൾ കാണുന്നത് ആ കുളത്തിൽ ഈ പെൺകുട്ടി പാറയുടെ മുകളിൽ നിന്ന് ചാടി ഈ ഇതിൽ വീണാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ അതിനുണ്ടായ ഇഞ്ചുറീസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇഞ്ചുറീസ് പോരാ. അതിൽ കവിളിൽ വലത് കവിളിൽ ചെറിയ മുറിവ്, മൂക്കിലൊരു ചെറിയ അബറേഷൻ. ഈ 2 ഇഞ്ചുറികളാണെങ്കിൽ ഈ പാറയിൽ നിന്ന് ഈ പെൺകുട്ടി ചാടി മരിക്കാൻ സാധ്യതയില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷേ ഞങ്ങളൊരു ഭാഗം ഉരിയാടിയില്ല. കാരണം ക്രൈംബ്രാഞ്ചുകാർ അന്വേഷണത്തിന് എത്തിയെന്ന് അറിഞ്ഞ പാടെ തന്നെ ഓരോരുത്തരായിട്ട് അവിടെ വന്നുകൂടി. കാര്യം നാട്ടുകാരൊന്നടങ്കം ഇതിനെതിരായിട്ട് നിൽക്കുകയായിരുന്നു. പോലീസ് അന്വേഷണത്തിനെതിരെ. പോലീസിനെതിരെ അന്വേഷണം നടത്താൻ സമരമുഖത്താണ് അവരിപ്പോഴും. അപ്പോൾ ഞങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിന് വന്നെന്ന് അറിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായിട്ട് വന്ന് ചുറ്റും കുറേ ആളുകൾ. അപ്പോൾ എഫ്ഐ മൊഴിയിൽ ഇങ്ങനെ പറഞ്ഞ തെറ്റാണെന്നോ ഒന്നും അഭിപ്രായം പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടോന്നും പറഞ്ഞില്ല. വന്നുകൂടി ഒരു കൂട്ടത്തിലൊരാൾ ഒരു ആംഗ്യം കാണിച്ചു, വന്നോട്ടെ, നമ്മൾ വരാൻ പറഞ്ഞു. സാർ, എൻ്റെ പേര് രാജൻ, ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഈ സമരസമിതിയുടെ പ്രസിഡൻറ്റും രാജൻ തന്നെയല്ലേ? നോട്ടീസൊക്കെ കണ്ടിരുന്നു. സാർ, ഞങ്ങളുടെ ഒരാവശ്യം ആ കേസ് നല്ലവണ്ണം സത്യസന്ധമായി അന്വേഷിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ ഇത്രയും മുറവിളി കൂട്ടിയത്. രാജൻ, ഈ ക്രൈംബ്രാഞ്ചുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും അസാമാന്യ സാമർഥ്യമുള്ളവരൊന്നും അല്ല. ഞങ്ങൾക്ക് ബാഹ്യ പ്രലോഭനങ്ങളൊന്നും കൂടാതെ സത്യസന്ധമായി അന്വേഷിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങൾക്ക് ആരെയും പിന്നെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ സത്യസന്ധമായി നടന്നത് എന്താണെന്ന് അന്വേഷിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അന്വേഷണം പ്രതീക്ഷിക്കാം. അത് മതി സാർ, ഞങ്ങൾ അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ശരി, നിങ്ങൾക്ക് എന്താ സംശയമുള്ളത്? ഒന്ന് ചുരുക്കി പറയാം. സാർ, ഈ 17 വയസ്സുകാരിയായ യമുന ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാം പ്രിയങ്കരിയാണ്, ഓമനയാണ്. കാരണം അവളൊരു അനാഥ കുട്ടിയാണ്. ആശുപത്രി ജീവനക്കാരിക്ക് ഏതോ വീട്ടിലെ പെണ്ണ് പ്രസവിച്ചിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞതാണ്. മക്കളില്ലാത്ത അവർ ഇവിടെ കൊണ്ടുവന്ന് ഭാര്യയും ഭർത്താവായിട്ട് സ്നേഹിച്ച് വളർത്തി 15 വയസ്സോളം വളർത്തി. പെട്ടെന്നാണ് അവരൊരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത്. അതോടെ അവരുടെ കുട്ടിയെ വളർത്താൻ ഒരുപാട് അവകാശികൾ വന്നെങ്കിലും ഞങ്ങൾ വളർത്താമെന്ന് വന്ന ആവശ്യക്കാർ വന്നെങ്കിലും അവരുടെ അനിയത്തിയും ഭർത്താവിനുമാണ് ആ യോഗ്യത അത് അനുവദിച്ച് കിട്ടിയത്.
അവരുടെ അനിയത്തിയും ഭർത്താവിനാണ് അതിന് യോഗ്യതയുള്ളതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ തീരുമാനിച്ച് അവരെ ഏൽപ്പിച്ചു. അവിടെ ഭാര്യയും ഭർത്താവും ഒരു മകനും മകൻ്റെ ഭാര്യയാണ് താമസിക്കുന്നത്. ഈ മകനും വീട്ടിലെ ഭർത്താവും വേലപ്പൻ എന്ന് പറയുന്ന ആളും ഈ പണിക്ക് പോവും. അപ്പം അതിന് അവർക്ക് അതുകൊണ്ട് വേറെ ദാരിദ്ര്യമൊന്നുമില്ല വീട്ടുകാർക്ക്. അങ്ങനെ 15 വയസ്സിൽ മുതൽ 2 വർഷം, ആദ്യത്തെ 1-2 വർഷമൊക്കെ അവർ സ്നേഹിച്ച് വളരെ ലാളിച്ചൊക്കെ തന്നെയാണ് വളർത്തിയത്. പിന്നീട് എപ്പോഴോ അവരുടെ ആ ദുരാഗ്രഹം തലമുക്കി. കാരണം ആ നാട്ടിലെ ഏത് ദുരന്തങ്ങൾക്കും ഏത് കുതന്ത്രങ്ങൾക്കും പിന്നിലുള്ളത് ഒരു നടേശൻ മുതലാളിയാണ്. ഏത് കുഴപ്പത്തിൻ്റെ പിന്നിലും അയാളുണ്ടാവും. എന്നിട്ട് പോലീസിനെ സ്വാധീനിച്ച കാര്യങ്ങൾ കേസില്ലാതെ ആക്കാനും എല്ലാത്തിനും അയാളുണ്ടാവും. എല്ലാ കാര്യത്തിനും അത്ര സാമ്പത്തിക ഭദ്രതയൊക്കെയുള്ള ആളാണ്. അവരുടെ ആശ്രിതരാണ് ഈ വേലപ്പനും ഭാര്യയും. അവരാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. ഞങ്ങൾക്ക് സംശയമുണ്ടെങ്കിലും അവരുടെ മകൻ സുരേന്ദ്രൻ ഒരു നല്ല ചെറുപ്പക്കാരനായതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ വിശ്വാസമുള്ളതുകൊണ്ട് മറ്റു കുഴപ്പങ്ങളുണ്ടാവില്ലെന്നുള്ള വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഈ സുരേന്ദ്രൻ്റെ ഭാര്യ ഏനാത്ത് താമസിക്കുന്നതാണ്. അപ്പോൾ അവളെ വിളിക്കാൻ പോകാനായിട്ട് പോയ വഴിക്കാണ് കാറിൽ പോയത് മാത്രമാണ് ആളുകൾ കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞു വന്നത് ഈ സമയത്താണ് ഈ സുരേഷ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, ആ വിദേശത്തായിരുന്നു കുറേ നല്ല പൈസ ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. തിരിച്ചു വന്നിട്ട് ഈ പാവങ്ങളോടെല്ലാം കരുണയുള്ള അയാൾ എല്ലാവർക്കും വേണ്ട വിധത്തിൽ സമ്മാനങ്ങൾ നൽകിയത് കൂടാതെ യമുനയ്ക്ക് അയാൾ കൂടുതൽ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. അവളോട് എന്തോ ഒരു പ്രത്യേകത തോന്നി. ചിലപ്പോൾ അനാഥ കുട്ടിയായത് കൊണ്ടായിരിക്കണം എന്നാണ് ഞങ്ങളും കരുതിയത്. അവർ മനസ്സിൽ എന്തെങ്കിലും സ്നേഹമോ മറ്റെന്തെങ്കിലും ചിന്തയുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അയാളും സുരേന്ദ്രൻ്റെ കൂടെ പഠിച്ചെന്നുള്ള നിലയിൽ സുരേന്ദ്രനായിട്ട് വലിയ അടുപ്പമാണ്. നാട്ടിലെ ചെറുപ്പക്കാരുമായിട്ടല്ല അയാൾക്ക് വലിയ അടുപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് സുരേന്ദ്രൻ അയാളെ ഭാര്യ താമസിക്കുന്ന വീട്ടിൽ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഈ സുരേഷിൻ്റെ കാറിൽ പോകുമ്പോൾ ഈ യമുനയെ കൂടെ കൊണ്ടുപോകുമെന്ന് തീരുമാനിച്ചു. അങ്ങനെ യമുനെ കൊണ്ടുപോകാനൊരു കാരണമുണ്ട്. ഈ സുരേഷ് വന്ന ഒരുപാട് സമ്മാനങ്ങൾ ഈ യമുനയ്ക്ക് നൽകിയെങ്കിലും യമുനയ്ക്ക് ഈ സുരേഷിനോട് അത്ര കമ്പം തോന്നിയില്ല. കാരണം ഇയാൾ നടേശൻ എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. കാര്യം നടേശൻ്റെ കൂന്ത്രങ്ങൾ അതിൻ്റെ ഭീഷണി ഇവിടെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അയാളുടെ മകനാണെന്നുള്ള ആ ഒരു ഇത് കൊണ്ടാണ് ഈ സുരേഷിനോടും ഈ യമുനയ്ക്ക് അത്ര താല്പര്യം തോന്നിയില്ല. എന്തായാലും അവളുടെ ആ സ്നേഹക്കുറവ് മാറ്റിയെടുക്കാനെങ്കിലും പറ്റുമോ നോക്കാനായിട്ടാണ് ഈ സുരേന്ദ്രനുമായിട്ട് ഇവർ ഒരുമിച്ച് പോയത് ഭാര്യയെ വിളിക്കാനായിട്ട്, ഈ സുരേന്ദ്രൻ്റെ ഭാര്യയെ വിളിക്കാനായിട്ട്. അവരുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ആദ്യം അവരെ അന്വേഷിച്ച് കുറേ നാൾ കണ്ടെത്തിയില്ല. അപ്പോൾ അവർ പറയുന്നത് കാറിൽ കയറിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവൾ കാറിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയി എന്ന് പറഞ്ഞതായിട്ടാണ് ഈ ആളുകൾ പറയുന്നത്. പക്ഷെ അതാരും കണ്ടിട്ടുമില്ല. ഇതാണ് ഈ രാജന് ഈ കേസിനെ പറ്റി പറയാനുള്ളത്. ആ കാറിൽ പോയ കുട്ടി എങ്ങനെ ഈ ഭീമൻ പാറയുടെ താഴെ മരിച്ചു കിടന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സാർ, ഞങ്ങളുടെ സംശയമൊക്കെ നേരത്തെ ഇവിടുത്തെ SI പേര് പറഞ്ഞു കൊടുത്താണ്. പക്ഷെ അത് നേരെ വിപരീതമായിട്ടാണ് SI അന്വേഷണങ്ങൾ നടത്തിയത്. ഞങ്ങൾ പറയുന്ന ഒന്നും കണക്കാക്കുകയില്ല, അതിനെതിരെയാണ് അന്വേഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സത്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. ശരി, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ സുരേന്ദ്രനെയും സുരേഷിനെയും കസ്റ്റഡി എടുക്കാൻ കഴിയും. സുരേന്ദ്രനെയും സുരേഷിനെയും കസ്റ്റഡിയിലെടുത്തു. സുരേന്ദ്രൻ്റെ മൊഴിയിൽ, സാർ, എൻ്റെ ഭാര്യയെ വിളിക്കാൻ ഞങ്ങൾ പോയത് സുരേഷിൻ്റെ കാറിൽ പോകാൻ തീരുമാനിച്ചിരുന്നതാണ്. യമുന വെറുതെ വീട്ടിൽ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. പോകുന്ന വഴിയിൽ ഈ കടമ്പനാട് എത്തിയപ്പോൾ ഞങ്ങൾ കാർ ഒന്ന് അവിടുത്തെ ഒരു ബാർ ഹോട്ടലിൻ്റെ കാർ പാർക്കിങ്ങിൽ നിർത്തി. യമുനോട് പറഞ്ഞു ഞങ്ങളിപ്പോൾ വരാം, 2 മിനിറ്റിനകത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാറിൽ പോയി 2 പെഗ് കഴിച്ച് ശരിയാണ്.
അവിടെ നിന്ന് ഒരു ബോട്ടിലും ഹാഫ് ബോട്ടിലും വാങ്ങിച്ചിട്ട് പാൻറ്റും വാങ്ങിച്ചിട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ കുട്ടിയെ കാണാനില്ല, യമുനെ കാണാനില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് സങ്കടം വന്നു. നിലവിളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ സുരേഷ് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു നീല കളർ കാറ് ഗേറ്റ് കടന്ന് പോകുന്നത് അകലെ നിന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ പറഞ്ഞ ബാ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ കയറി ഗേറ്റിലെത്തി. അപ്പോൾ കടന്നുപോയ കാറിൻ്റെ നമ്പർ നോക്കിയപ്പോൾ അത് ഈ നടേശൻ മുതലാളിയുടെ കാറാണെന്ന് മനസ്സിലായി. ഒരു നീല ബെൻസ് കാർ. ഞങ്ങളത് ആ നമ്പർ നോട്ട് ചെയ്ത് ഞങ്ങൾക്ക് ആ നമ്പർ കണ്ടപ്പോഴേക്കും നീലക്കാർ എന്ന് പറഞ്ഞപ്പോൾ ആളെ മനസ്സിലായി. ഞങ്ങൾ പിന്നാലെ പോയി ഒരു 100 മീറ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് ജീപ്പ് വന്ന് ഞങ്ങളെ തടഞ്ഞു. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞ് നോക്കിയെങ്കിലും അയാൾ മനഃപൂർവ്വം വന്ന് ഞങ്ങൾ രണ്ടുപേരെയും പിടിച്ചു. ജീപ്പ് കയറ്റിയിട്ട് കാറിൻ്റെ താക്കോലെടുത്ത് ഒരു പോലീസുകാരനെ കൽപ്പിച്ചിട്ട് കാറ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറഞ്ഞ് ഞങ്ങളെ രണ്ടവിടെയും കൊണ്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് SI അവിടെ പോവുകയും ചെയ്തു. രണ്ട് പുലർച്ചെയാണ് അയാൾ എവിടെ നിന്നോ ഫോൺ ചെയ്ത് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് ഇറക്കി വിട്ടേക്കുന്നു. ഇയാളോട് നിങ്ങൾ എന്തുകൊണ്ട് യമുനയുടെ കാര്യം SIയോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. ഈ മനഃപൂർവ്വം ഞങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ഒരു നാടകം കളിച്ച് SIയോടാണോ ഞങ്ങൾ പരാതി പറയേണ്ടത്? അതുകൊണ്ട് പറഞ്ഞതുമില്ല. അങ്ങനെ അതാണ് ഞങ്ങൾ SI എടുത്ത് പരാതി പറയാതെ ഞങ്ങൾ അവിടെ നിന്ന് വെളുപ്പിനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇവിടെ നാട്ടിൻ്റെ അവിടെ വന്ന് ഒരു ചായക്കടയിൽ നിന്ന് ഓരോ ചായ കുടിച്ചു നിൽക്കുമ്പോഴാണ് ആ വിവരം അറിഞ്ഞത്. യമുന ഭീമൻ ബാറായി താഴെ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയൊന്നുമില്ല, ആരോടും ഒന്നും സംസാരിച്ചൊന്നുമില്ല. ഞങ്ങൾ നേരെ പോവുകയും ചെയ്തു. ഞങ്ങൾ പുറത്തു വരാതിരിക്കാൻ കഴിയുന്നതും ശ്രമിച്ചു. അതിനിടയ്ക്ക് പോലീസ് വന്ന് അന്വേഷിച്ചു. ഇതൊക്കെ FIR അവർ തന്നെ റെഡിയാക്കി, മൊഴിയും അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തി ആണ് അന്വേഷണം നടന്നത്. അപ്പം ഞങ്ങളുടെ കാറിൽ നിന്ന് പോയ കാര്യം മാത്രമേ ഞങ്ങൾക്ക് അറിയാവൂ, കാണാതായത് കാര്യം. അപ്പം ഇനി ബാക്കി അന്ന് നടന്നത് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട് സാർ, എന്നാ പറയാം. നിങ്ങൾ ആ യമുനയും കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നിങ്ങളുടെ പിന്നാലെ ഒരു നീല കാർ ഉണ്ടായിരുന്നു, നടേശൻ്റെ. അതിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ആശ്രിതനായ വേലപ്പൻ, സുരേന്ദ്രൻ്റെ അച്ഛനാണ് ഡ്രൈവറും. ഈ 3 ആളും നിങ്ങളുടെ പിന്നാലെ വന്നു. നിങ്ങൾ ആ ബാറിനകത്തോട്ട് കയറിയ ഉടനെ തന്നെ സുരേന്ദ്രൻ്റെ അച്ഛൻ വേലപ്പൻ ചെന്ന് പറഞ്ഞു, അന്ന് കള്ളു കുടിക്കാൻ എന്താ പോയിരിക്കുകയാണ്, മോള് അവരെ കൂടെ പോകണ്ട, ബാ എന്ന് പറഞ്ഞ് വിളിച്ച് യമുന ഈ കാറിൽ കയറുകയും ചെയ്തു. അതുകൊണ്ടാണ് യമുന ബഹളം ഉണ്ടാക്കാതെ കയറിയതും പെട്ടെന്ന് അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പക്ഷെ 3 ആളും കൂടെ നേരെ എത്തിയത് ഈ ഭീമൻ പാറയുടെ ആ താഴ്വാരത്തിലെത്തി. അവിടെ വെച്ച് 3 ആളും കൂടെ തന്നെ കഴുത്ത് ഞെരിച്ച് ഒന്ന് വെള്ളത്തിൽ കൊണ്ടിട്ടു. അത് 3ഉം സമ്മതിച്ചിട്ടുണ്ട്. 3 ആളും ഇപ്പം ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഇതാണ് അന്ന് സംഭവിച്ചത്. ഈ സുരേഷിനും സുരേന്ദ്രൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞങ്ങളെ അന്ന് കബളിപ്പിച്ചത് പോലീസ് അവരാണ് നാടകം കളിച്ച് എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമായി സ്റ്റേറ്റ്മെൻറ്റിൽ പറയുകയും ചെയ്തു. ഏതാണ്ട് മറ്റ് അന്വേഷണങ്ങളൊക്കെ ഒരുമാതിരി നോക്കാം, അവിടെ നിന്ന് തെളിയിക്കാൻ ശേഖരിക്കുക എന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു. ഞങ്ങളുടെ ഒരു താൽക്കാലികമായിട്ട് ഞങ്ങളൊരു ഓഫീസ് ഉണ്ടാക്കിയിരുന്നു. അവിടെ 3 ആളെയും കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് നാട് മുഴുക്ക പെട്ടെന്നാണ് നാട്ടിൽ കാട്ടുതീ പോലെ പറഞ്ഞത്. നടേശൻ മുതലാളിയും സംഘത്തിനെയും അറസ്റ്റ് ചെയ്തു. യമുന കൊലക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. എത്ര പെട്ടെന്നാണ് നാട്ടുകാർ തടിച്ചുകൂടിയത്. എല്ലാവരും അവരുടെ പ്രിയപ്പെട്ട യമുനയുടെ കൊലയാളിയെ കണ്ടെത്തിയ ആളെ ഒന്ന് കാണണം. ജനം ധാരാളമായിട്ട് വന്നുകൂടിയെങ്കിലും അവരുടെ പ്രതിനിധികളായിട്ട് നിന്ന ഈ നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റ് രാജനും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾക്ക് വഴിയൊരുക്കി തരികയും സുഗമമായി ഞങ്ങൾ അവിടെ നിന്ന് പോരുകയും ചെയ്തു.
നേരെ ക്രൈം ബ്രാഞ്ചിലെത്തി അവരുടെ മൊഴികൾ വിശദമായിട്ട് രേഖപ്പെടുത്തി അതിനുള്ള തെളിവുകൾ ശേഖരിച്ച് അവർ പേരിൽ അവർ റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഇന്നും ആ ഭീമൻ പാറയും അതിൻ്റെ മുകളിൽ രാത്രി നൃത്തം ചെയ്യുന്ന ഒരു സുന്ദരിയെയും നാട്ടുകാരുടെ വിശ്വാസങ്ങളിൽ നിന്നും നിലനിൽക്കും. അവരുടെ സ്നേഹത്തിൻ്റെ രൂപമായിട്ട് ആ പാറയ്ക്ക് അവർ ഒരു പേരിട്ടു, സുന്ദരിപ്പാറ. ആ സുന്ദരിപ്പാറയും അതിൽ നൃത്തം ചെയ്യുന്ന സുന്ദരിയും അവരുടെ വിശ്വാസങ്ങളിലെ ഓർമ്മകളിൽ എന്നുമെന്നും നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ.